സവാളയും പച്ചമുളകും കുറച്ച് തക്കാളിയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ. ആവശ്യത്തിന് കടുക് അങ്ങോട്ട് വാരി ഇട്ട് കഴിയുമ്പോഴത്തേന് ചറ പറന്ന് പൊട്ടുന്നത് കാണാം. കടുക് പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ നമ്മുടെ സവാള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സവാളയെ നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം. കൂടെ നമ്മുടെ പച്ചമുളക് കൂടി ഇടാൻ മറക്കില്ല കേട്ടോ. നമ്മുടെ സവാള പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ചെറിയ ഒരു ബ്രൗൺ കളർ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് കഴുകിയ കറിവേപ്പില അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കവറിനകത്തുള്ളതെല്ലാം ഞെക്കി പിഴിഞ്ഞ് നല്ലതായിട്ട് അങ്ങോട്ട് തെള്ളി ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആയി കിട്ടി കഴിയുമ്പോഴത്തേന് നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ മഞ്ഞപ്പൊടി അങ്ങോട്ട് വാരി വിതറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മേടിക്കുന്ന ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി അങ്ങോട്ട് എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ചറ പറയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിയുമ്പോഴത്തേനും മുളക് പൊടിയും ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. അപ്പത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3-4 സ്പൂണ് മല്ലിപ്പൊടി വാരി വാരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ശകലം ഗരം മസാലയോട് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കൂട്ടത്തിലെ കേമൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഗരം മസാലയോട് ഇട്ട് കൊടുത്താലേ എല്ലാം അങ്ങോട്ട് പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. ശകലം ഉപ്പൂടിട്ട് അത്യാവശ്യം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇല്ല പെട്ടെന്ന് കയറി അടുക്കി പിടിക്കും കേട്ടോ. തക്കാളി ഇട്ട് നന്നായിട്ട് നല്ല കുഴച്ചങ്ങോട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുറച്ച് മല്ലിയിലയൂടെ വാരി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വാരി വിതറുക. ഇതിനകത്ത് മുങ്ങി കിടക്കുന്ന പോലെ നമ്മൾ ചിക്കനെ അങ്ങോട്ട് വാരി വിതറി ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടപ്പെടുക്കുക, അടയ്ക്കുക, കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനുള്ളൂ തുറക്കണം. എൻ്റെ മോനെ എന്നാ സാധനം വന്നറിയോ. അടപ്പ് തുറന്ന് വീണ്ടും കുറച്ച് കരിവേപ്പില അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കുക. ശകലം വെളിച്ചെണ്ണ കൊണ്ടേ ഒഴിച്ചു കേട്ടോ, നല്ലതാ. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, പ്ലേറ്റിലേക്ക് വാരിയിട്ട് കഴിച്ചേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.